ഹായ്, ഞാൻ ഡോക്ടർ സ്മിത. ഇന്ന് നമുക്ക് നമ്മുടെ നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന തേനിനെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ് തേൻ. തേൻ ഇഷ്ടപ്പെടാൻ തന്നെ കാരണം അതിൻ്റെ മാധുര്യമായിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് ഔഷധങ്ങളുടെ ഒരു കലവറയാണ്. ഏറ്റവും നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ് തേൻ. ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് ധാരാളമായിട്ട് തേൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് തേൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ പ്രമേഹ രോഗികളായാൽ പോലും നമുക്ക് തേൻ ഉപയോഗിക്കാൻ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല തേനുകൾക്കും ഈ പറഞ്ഞ കഴിവുകൾ ഉണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് ഒരുപാട് കമ്പനികൾ ഒരുപാട് തരത്തിൽ തേൻ ഇറക്കുന്നുണ്ട്. പലതിനെയും പുറത്ത് എഴുതാറുണ്ട് ഹെൽത്തി ആൻഡ് പ്യുവർ ഹണി എഴുതാറുണ്ട്, ഓർഗാനിക് ഹണി എന്ന് എഴുതാറുണ്ട് അല്ലെ. ഇപ്രകാരം ഒരുപാട് തേൻ നമ്മൾ മാർക്കറ്റിൽ നിന്നും ലൂസായിട്ടും അതല്ല പാക്കഡായിട്ടും എല്ലാം ലഭിക്കാറുണ്ട്. ധാരാളമായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാറുമുണ്ട് അല്ലെ. കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ബ്രെഡിനോട് കൂടിയും പാൻ കേക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തേനാണ് അത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ഹെൽത്തി ആണോ? ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? നല്ല തേൻ വളരെ നല്ലതാണ് അല്ലേ. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്യുവറായ തേൻ. പക്ഷെ ഇന്ന് കിട്ടുന്ന തേൻ അത് നമുക്ക് ഒരുപാട് ആരോഗ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിൽ പലതും നമുക്ക് ഒറിജിനൽ തേനാവില്ല. പലതും ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഒക്കെ പലരും സിറപ്പുകൾ ആഡ് ചെയ്തിട്ടൊക്കെ ഹൈലി കോൺസെൻട്രേറ്റഡ് ഷുഗർ ആയിരിക്കും ഈ തേനുകളിലൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇത് നോർമലി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം നമുക്ക് ലാബിലെല്ലാം കൊടുത്തു കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ തേനിന്റെ കണ്ടന്റ് ആണോ എത്രയാണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് വീട്ടിൽ പലപ്പോഴും ഇതൊന്നും സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തേൻ മേടിച്ചു അതൊന്ന് നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ ചെറിയ ടിപ്പ്, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇതിലെ തേൻ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് കുറച്ച് വഴികളുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേൻ വാങ്ങുകയാണെങ്കിൽ തേനിന്റെ ബോട്ടിൽ ഒന്ന് തിരിച്ചു നോക്കുക. അതിന്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുക. അതിൽ കോൺ സ്റ്റാർച്ചോ അതല്ല ഹൈ ഫ്രക്ടോസോ ഹൈ ഗ്ലൂക്കോസോ കണ്ടന്റൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗിക്കാതെ ഇരിക്കുക. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്ക് തേനിനെ നല്ല തേനാണോ എന്ന് തിരിച്ചറിയുക? ഇപ്പൊ തേൻ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒരു ഇളം ചൂടുവെള്ളം എടുക്കാം. നല്ല കുപ്പിച്ചില്ലിന്റെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ എളുപ്പമായിരിക്കും. സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഇതിനൊക്കെ നല്ലത് ഇങ്ങനത്തെ ഗ്ലാസിന്റെ ഗ്ലാസ്സസ് ആണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഒരു ഡ്രോപ്പ് തേൻ ഒഴിക്കുക. തേൻ ഒഴിച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഒഴിച്ചു നോക്കുക. ഒഴിച്ചു നോക്കുമ്പോൾ ശരിക്കില്ല ഒറിജിനൽ തേനാണെങ്കിൽ അത് ഈ വെള്ളത്തിന്റെ താഴെ പോയിട്ട് കിടക്കും. എന്നാൽ ഇതിൽ മിക്സ് ഉണ്ടെങ്കിൽ ഈ തേൻ ആ വെള്ളത്തിൽ അങ്ങ് കലങ്ങിപ്പോക്കോളും. നമ്മൾ ഇളക്ക് പോലും വേണ്ട, അതങ്ങ് കലങ്ങിപ്പോക്കോളും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടെ ബുദ്ധിമുട്ടില്ല തേൻ ഉണ്ടാക്കാൻ. പലരും എന്താ ചെയ്യുന്നത്, ശർക്കര കലക്കിയിട്ട് പോലും തേൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തേനാണെങ്കിൽ ഈ ഗ്ലാസ്സിൽ വെള്ളത്തിൽ അതങ്ങ് അലിഞ്ഞു പോകും. എന്നാൽ നമുക്ക് ഒറിജിനൽ തേനാണെങ്കിൽ അത് അതിന്റെ താഴെ പോയി കിടക്കും. ഇനി നമ്മൾ ആ ഗ്ലാസ് ഒന്ന് വെറുതെ ഒന്ന് ഷേക്ക് ചെയ്യുക. വെറുതെ ഒന്ന് ഇങ്ങനെ വട്ടം കറക്കാം. വട്ടം കറക്കുമ്പം ആ തേൻ അടിയിൽ കിടക്കുന്ന ആ തേന് ഒരു വെബ് പോലെ, തേനീച്ചയുടെ ഒരു വെബ് പോലെ ചിലപ്പോൾ അത് ഫോം ചെയ്തിരിക്കും. അത് ഒരു ഒറിജിനൽ തേനായി നമുക്ക് കണക്കാക്കാം. പരമാവധി അതിലെല്ലാം മായം കുറവായിരിക്കും. പിന്നെ മറ്റൊരു ടെസ്റ്റ്, നമ്മൾ തേൻ എടുക്കുകയാണെങ്കിൽ തേൻ ഇതുപോലെ ഒരു ഡ്രോപ്പ് എടുക്കാം. ഒരു ഡ്രോപ്പ് തേൻ എടുത്ത് നമ്മൾ നഖത്തിന്റെ മേൽഭാഗത്ത് ഒരു ഡ്രോപ്പായി ഒറ്റിക്കാം. ഒരു ഡ്രോപ്പ് തേൻ ഒറ്റിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടോ അതല്ല അത് പെട്ടെന്ന് ഒഴുകി താഴേക്ക് ഒഴുകി പോകുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ നിൽക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ തേനായിരിക്കും. എന്നാൽ ഒഴുകി പോവുകയാണെങ്കിൽ ആ തേന് കൺസിസ്റ്റൻസി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം പിന്നെ ഒന്നുള്ളത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഡ്രോപ്പ് തേൻ ഒഴിച്ച് ആ ടിഷ്യൂ പേപ്പർ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ തേനാണെങ്കിൽ ആ തേനിന്റെ അംശങ്ങൾ കറക്റ്റായിട്ട് ആ ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ഗ്ലൂക്കോസ് കണ്ടൻസോ അതല്ലെങ്കിൽ ശർക്കര പോലുള്ള പാനീയങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് അത് അബ്സോർബ് ചെയ്തിട്ട് ആകെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്തരം ചെറിയ ചെറിയ ട്രിക്കിലൂടെ നമുക്ക് നമ്മൾ സ്ഥിരമായി അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തേൻ നല്ലതാണോ അല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചറിയാം. കാരണം ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ലാബിലേക്ക് കൊടുത്തയക്കുമ്പോൾ അത്രയും സമയം പോകും. പിന്നെ അത് നമുക്ക് പ്രായോഗികമല്ല അല്ലെ.
പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നല്ല തേൻ കൊടുക്കാത്തക്ക രീതിയിൽ അത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ തന്നെ തിരിച്ചറിയാം. പലരും രാവിലെ വെറും വയറ്റിൽ പോലും വണ്ണം കുറയാൻ ഒക്കെ എന്ത് ചെയ്യും, നല്ല ഗ്ലാസ്സിൽ ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ച് കഴിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഈ കഴിക്കുന്നത് ഹൈലി കോൺസെൻട്രേറ്റഡ് ഷുഗർ ആണെങ്കിൽ ഈ കഴിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ എത്രത്തോളമാണെന്ന് നമ്മൾ അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ചിലരെന്ത് ചെയ്യും, പൊള്ളിക്കഴിഞ്ഞ തേൻ തേക്കും. പക്ഷെ അതും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ തേൻ ഒറിജിനല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. പിന്നെ അത് മതിയായിരിക്കും അത് പഴുത്ത് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പം എന്താ നമ്മുടെ വീട്ടിൽ കുറച്ച് തേൻ സ്റ്റോക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏതൊരു ബിരിയാണിയും 100 ml തേൻ അവിടെ ഉണ്ടെങ്കിൽ ഇത്രയും ഒരുപാട് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ജലദോഷം വരിക, അതല്ലെങ്കിൽ പൊള്ളുക, അങ്ങനെ കണ്ടീഷൻസിലൊക്കെ തേൻ വളരെ നല്ലതാണ്. അപ്പൊ കുറച്ച് തേൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ആ തേൻ വെക്കുമ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.